ഇപ്പോൾ ഒരു ഫാമിലി റിലേറ്റഡ് കാര്യമാണെങ്കിൽ പാർട്ട്ണറിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചീറ്റിംഗ് ഉണ്ടായി, അത് ആ വ്യക്തിയെ മറ്റേ വ്യക്തിയെ മാനസികമായി തളർത്തി, അത് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസും സ്റ്റേജസും വളരെ വലുതാണ്, ഡീപ്പാണ്. ഫൊർഗീവ് ചെയ്തു എന്ന് പറഞ്ഞാലും അവർ കടന്നു പോകുന്ന സ്റ്റേജ് വളരെ ഡീപ്പാണ്. അങ്ങനെ പോകുന്ന വ്യക്തികൾ വീണ്ടും പാർട്ട്ണറിനോട് ക്ഷമിക്കുകയും പാർട്ട്ണറുമായിട്ട് ചേർന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും ഈ വ്യക്തി കടന്നു പോകുന്ന മാനസികമായിട്ടുള്ള നില, അല്ലെ അവർ കടന്നു പോകുന്ന ഇമോഷണൽ പാറ്റേൺ എന്ന് പറയുന്നത് പതിയെ പതിയെ ഒരു വീക്ക്നെസ്സിൻ്റെ സ്റ്റേജിലേക്ക് പോകാറുണ്ട്. പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമാണ്. വീക്ക്നെസ്സിലേക്ക് പോകാറുണ്ട്. പിന്നീട് അവരെ തന്നെ ശ്രദ്ധിക്കാതെ ആകുന്നു, അവരോടുള്ള ഇഷ്ടം നഷ്ടപ്പെടുന്നു, അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ എലമെൻറ്റ് കുറഞ്ഞു വരുന്നു, ഒന്നിനോടും താല്പര്യമില്ലാത്ത രീതിയിലേക്ക് പതുക്കെ പതുക്കെ അവർ സന്തോഷത്തിൽ നിന്ന് തെന്നി മാറുകയും സങ്കടത്തിൻ്റെ ഒരു ലെവലിലേക്ക് അവർ പോവുകയും ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ള ആൾക്കാർ. നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ പാർട്ട്ണറിനെ, പാർട്ട്ണർ നമ്മളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഹർട്ടാവുന്ന രീതിയിൽ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളെ ഉയർത്തി മുന്നിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിഞ്ഞിരിക്കണം. അത് സാധ്യമാകുന്നത് വളരെ ബോൾഡായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും നമ്മളെ നിലനിർത്താൻ കഴിയുമ്പോഴാണ്. അതിന് തിരിച്ചറിവുകളാണ് നമുക്ക് വേണ്ടത്, പ്രോപ്പർ ഗൈഡൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോഴുള്ള പ്രശ്നത്തിൽ നിന്ന് ഒരു വലിയ ക്യാൻവാസിൽ ആ കാര്യങ്ങളെ കാണാനുള്ള ഒരു വലിപ്പമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് നമ്മളുടെ ആക്ടിവിറ്റി സെഷനിലൂടെയും മെൻറ്ററിങ്ങിലൂടെയും സാധ്യമാണ്.